എന്താണ് ജനോഗ്രാം? ജനോഗ്രാം എന്നും ജിനോഗ്രാം എന്നും അതിന് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ജനറേഷൻ ഗ്രാം ആണ്, വിച്ച് ഈസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, പിക്ചറൈസേഷൻ, ചിത്രീകരണമാണ് എൻ്റെ കുടുംബത്തെപ്പറ്റി. അപ്പോൾ എൻ്റെ കുടുംബത്തെപ്പറ്റി ഞാൻ പിക്ചറൈസ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് ജനറേഷൻ. എൻ്റെ കുടുംബത്തിൻ്റെ, ഇപ്പോൾ ഞാനുള്ള കുടുംബത്തിൻ്റെ അടിസ്ഥാനമായുള്ള എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തെപ്പറ്റി ഞാൻ പറയുമ്പോൾ അത് സെക്കൻഡ് ജനറേഷൻ. ആ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തെപ്പറ്റി വീണ്ടും ഞാൻ പറയുമ്പോൾ അത് തേർഡ് ജനറേഷൻ. അങ്ങനെ 3 തട്ടുകളിലായി നമുക്ക് 3 ജനറേഷൻ ജനോഗ്രാം പരിശീലിപ്പിക്കുകയാണ് ഇന്നത്തെ എംനോട്ട്സ് ക്ലാസ്സിലൂടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് വിദ്യാർത്ഥിനികൾക്കുള്ള ഒരു ചലഞ്ചിങ് ടൂളുമായിട്ടാണ് മുഹമ്മദ് മുബാറക് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് കുടുംബശാസ്ത്രം അറിയാം? നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ കുടുംബത്തെ പറ്റി അറിയാം? ഇപ്പോൾ നമ്മൾ വസിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത്, കുടുംബ അന്തരീക്ഷം എന്ന് പറയുന്നത് മൈക്രോ ഫാമിലി സിസ്റ്റം ആണ്, അഥവാ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആണ്. ഓർത്തു നോക്കൂ, നിങ്ങളുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ 2 മക്കൾ എന്തു ചെയ്യുന്നു? അവർക്കിപ്പോൾ എത്ര പ്രായമായി? അവർ എന്താണ് ചെയ്യുന്നത്? അവർ എവിടെ പഠിച്ചു? ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഈ കാലഘട്ടത്തിൽ അറിയില്ല. ഇവിടെ ജനോഗ്രാം അഥവാ പാരമ്പര്യ ശാസ്ത്രം, അതിനെപ്പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കൊരു ആക്ടിവിറ്റിയിലേക്ക് പോകാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുപോലൊരു വെള്ള പേപ്പർ എടുക്കുക. ഈ വെള്ള പേപ്പറിൽ ഞാൻ വരയ്ക്കുന്നത് പോലെ ഈ ആൺ വ്യക്തിയെ ചതുരത്തിലും സ്ത്രീകളെ വൃത്തത്തിലുമാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആദ്യം ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്ന അച്ഛനെയും അമ്മയെയും അടയാളപ്പെടുത്തുന്നത് ഒരു നേർരേഖയിൽ നിന്ന്, ഒരു നേർരേഖ, ആ നേർരേഖയിൽ നിന്ന് തൊട്ട് മുകളിലേക്ക് ഒരു 2 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ ഒരു ലംബരേഖ. ആ ലംബരേഖയിൽ ഒരു ഭാഗത്ത് അച്ഛൻ ദീർഘചതുരത്തിൽ അല്ലെങ്കിൽ സമചതുരത്തിൽ, മറ്റൊരു ഭാഗത്ത് അമ്മ വൃത്തത്തിൽ. എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ കാരണം ഈ ഏതെങ്കിലും അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒരു ബ്രോക്കൺ ഫാമിലി സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് കണ്ടീഷനിലാണ് നിൽക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അകന്നാണ് നിൽക്കുന്നത് എങ്കിൽ, ആ വ്യക്തിയുടെ ആ വരയിൽ ഒരു 2 ക്രോസ് ലൈൻ ഇട്ട് വയ്ക്കാം. കുടുംബത്തിൽ അച്ഛൻ പിണങ്ങി 2 കൊല്ലം മാറി നിൽക്കുന്നു. അവിടെ ലംബരേഖയിൽ 2 45 ഡിഗ്രിയിലുള്ള 2 അടുപ്പിച്ച രേഖ. അല്ലെങ്കിൽ അമ്മ മാറി നിൽക്കുന്നു, അവിടെ ഒരു 2 ബന്ധങ്ങൾ ഇല്ലാതെ, കേട്ടോ, കുടുംബത്തിൽ ബന്ധമില്ലാതെ മാറി നിൽക്കുമ്പോഴാണ് ഈ ഒരു ബ്രോക്കൺ ഫാമിലി എന്നുള്ള ആശയത്തെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ നോർമൽ നമ്മുടെ കണ്ടീഷനിൽ അച്ഛൻ അച്ഛൻ ചതുരത്തിൽ എഴുതി വച്ചു. അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം, പേര് വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ, അല്ലെങ്കിൽ XYDM അങ്ങനെയൊക്കെ പ്രയോഗിക്കാം. ഡാഡി, മമ്മി, ഫാദർ, മദർ എന്നുള്ള അക്ഷരങ്ങൾ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അച്ഛനെ വരച്ചു, അമ്മയെ വരച്ചു, താഴെ ലംബരേഖ വന്നു, ഒരു നേർരേഖ വന്നു. ഇത് എൻ്റെ മാതാപിതാക്കളുടെ പ്രസൻറ്റ് കണ്ടീഷനാണ്. അവർ 2 പേരുള്ള എൻ്റെ കുടുംബത്തിൽ
താഴെ അടുത്ത വര. നിങ്ങൾ കുടുംബത്തിൽ സിബിലിങ്സ് 3 പേരാണ് എങ്കിൽ 3 വര. 2 ആൺ 1 പെണ്ണ് ആണ് എങ്കിൽ ഒരു വര. ആ വരയ്ക്ക് ചുവട്ടിൽ ഒരു സ്ക്വയർ. രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആ വര, ആ വരയ്ക്ക് ചുവട്ടിൽ ഒരു വൃത്തം. മൂന്നാമത്തെ കുട്ടി പെൺകുട്ടിയാണ് എങ്കിൽ ഒരു വര, വീണ്ടും ഒരു വൃത്തം. അപ്പോൾ ഒരു ആൺകുട്ടി 2 പെൺകുട്ടി. ഈ 5 പേർ ഉൾപ്പെടുന്ന ഒന്നാണ് എൻ്റെ പ്രാഥമികമായ കുടുംബം. ഈ കുടുംബം 2 ജനറേഷനെ കാണിക്കുന്നു. അച്ഛൻ അമ്മ മാത്രമുള്ളത് ഒരു ജനറേഷൻ, താഴേക്ക് വന്നപ്പോൾ മറ്റൊരു ജനറേഷൻ. ഈ താഴെ ഉള്ള വ്യക്തികളിൽ 3 പേർ ഉണ്ട്. മൂത്ത ജ്യേഷ്ഠൻ സ്ക്വയർ 27 വയസ്സ്. അപ്പോൾ 27. അപ്പോൾ എൽഡസ്റ്റ് സൺ, അല്ലെങ്കിൽ പേര് എഴുതിക്കോളൂ. നിങ്ങളുടെ ജനോഗ്രാം ആണല്ലോ, നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണല്ലോ. ആ ഒരു ജനോഗ്രാം നമ്മൾ അവിടെ എഴുതി അവിടെ വെച്ചു. ആ വ്യക്തിക്ക് 27 വയസ്സ്. 20 വയസ്സുള്ള മറ്റൊരു സഹോദരി 20 വയസ്സ് വൃത്തം വരച്ചു. 17 വയസ്സുള്ള ഞാൻ അഥവാ വിദ്യാർത്ഥി, ഈ ജനോഗ്രാം വരയ്ക്കുന്ന വിദ്യാർത്ഥി, ഒരു വര, ഒരു വൃത്തം. ആ വൃത്തം ഒന്നും കൂടി കറുപ്പിക്കുക. HB പെൻസിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്കെച്ച് ഉപയോഗിച്ചോ ഒന്നും കൂടി കറുപ്പിക്കുക. ഈ ജനോഗ്രാം ഫോർമുലേറ്റ് ചെയ്യുന്ന അഥവാ സബ്ജക്റ്റ് ക്ലൈന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് വേറെ ഒരു അർത്ഥമൊന്നും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണ്ട. ഈ ജനോഗ്രാം ആരാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആർക്കാണോ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, ആ ഒരു വ്യക്തിയെയാണ് ഞാൻ ഈ വൃത്തത്തിലൂടെ സൂചിപ്പിച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ 27 വയസ്സായ എൽഡസ്റ്റ് ബ്രദർ മാരീഡ് ആണ്, വിവാഹം കഴിച്ചു. ആ സ്ക്വയറിൽ നിന്ന് ഒരു ചെറിയ വര താഴേക്കും പിന്നെ ഒരു നേരരേഖ ഇടത്തോട്ടും പിന്നെ മുകളിലേക്ക് ഒരു ചെറിയ വരയും കൊടുത്ത് അവിടെ ഒരു വൃത്തം. അല്ലെങ്കിൽ ഈ ചതുരത്തിൽ നിന്ന് നേരെ താഴത്തെ കോർണറിൽ നിന്ന് താഴെ മൂലയിൽ, ഇടത്തെ താഴത്തെ മൂലയിൽ നിന്ന് ഒരു നേരരേഖ വരച്ച് അവിടുന്ന് ഒരു ചെറിയ വര മുകളിലേക്ക് കൊണ്ടുപോയി ഒരു വൃത്തം വരയ്ക്കുന്നു. അപ്പോൾ മേലെ ഉള്ള ജനറേഷനിൽ നേരിട്ട് ബന്ധമില്ല, അച്ഛനും അമ്മയും നേരിട്ട് ബന്ധമില്ല. പക്ഷെ ഈ മൂത്ത സഹോദരനിൽ നിന്ന് 27 വയസ്സായ മൂത്ത സഹോദരനിൽ നിന്ന് പുതിയ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് 21 വയസ്സ്. അത് നമ്മളുടെ ചേട്ടത്തിയമ്മയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മുകളിലുള്ള ഒരു ജനറേഷൻ, താഴെ ഉള്ള ഒരു ജനറേഷൻ, 2 ജനറേഷൻ ജനോഗ്രാം എന്നാണ് പറയുക. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യം നിങ്ങൾ 1 ജനറേഷൻ അഥവാ അച്ഛൻ അമ്മ എന്നുള്ളവരെ വരയ്ക്കുക. ഇനി ആ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ദീർഘിപ്പിച്ച് ചെയ്യാവുന്നതാണ്. അച്ഛനെ വരച്ചു. അച്ഛനെ വരച്ചതിന് ശേഷം അച്ഛൻ്റെ മുകളിൽ ഒരു വര കൊടുത്തു. 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ ഒരു ലംബരേഖ വരച്ചു. ആ ലംബരേഖയിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു തിരശ്ചീന രേഖ വരച്ചു. ആ തിരശ്ചീന രേഖ വരച്ചതിൽ നിന്ന് 4 രേഖ, ചെറിയ ലംബരേഖ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ പൊക്കത്തിൽ 4 രേഖ നിങ്ങൾ വരച്ചിട്ടുണ്ട് എന്ന് കരുതുക. 2 സഹോദരങ്ങളും 2 അച്ഛന്, ഇടതുഭാഗത്ത് നമ്മളുള്ളത് അമ്മയ്ക്ക്, അല്ലെങ്കിൽ വലതുഭാഗത്ത് ഉള്ളത് അച്ഛന്. അച്ഛൻ്റെ മേലെ അച്ഛൻ്റെ കാലത്ത് 4 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛന് 4 സഹോദരങ്ങൾ എന്നുള്ളതല്ല, അച്ഛൻ്റെ മുകളിലുള്ള അച്ചാച്ചൻ്റെ അഥവാ മുത്തശ്ശൻ്റെ ആ ഫാമിലിയിൽ 4 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ വരയ്ക്കുന്നു 4 പേരിൽ 2 ആൺ 2 പെൺ. ഏതാണോ ആൺ ആ ആണിന് ചതുരം വരയ്ക്കുക, ആരാണോ പെൺ അവരുടെ വൃത്തം വരയ്ക്കുക. അവരിൽ നിന്ന് വീണ്ടും ചെറിയ പദങ്ങൾ കൊണ്ടുപോയി അതേ തിരശ്ചീനമായ രേഖയിൽ തന്നെ നിങ്ങൾ വരയ്ക്കുന്നു എങ്കിൽ പൂർണ്ണമായ 3rd ജനറേഷൻ ലഭിക്കുന്നു.
അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റ് മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ടാസ്കിൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. വളരെ ലഘുവായ 3 ജനറേഷൻ്റെ ഗ്രാഫ് വരച്ച് ജനോഗ്രാം അഥവാ ജനാഗ്രാം എന്നുള്ളത് എന്താണ് എന്ന് നമ്മളൊന്ന് പരിചയപ്പെടുക, നിങ്ങളുടെ കുടുംബത്തെ പരിചയപ്പെടുക. ഈ അടച്ചിരിപ്പ് കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാനസിക വ്യായാമമായിരിക്കും ഈ ജനോഗ്രാം പ്രിപ്പറേഷൻ എന്ന് എനിക്കുറപ്പുണ്ട്. ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട 3-4 പദങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കൂട്ടത്തിൽ അച്ഛൻ, അമ്മ, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എങ്കിലും ഞാൻ പറയുന്നു. നമ്മൾ അച്ഛൻ, അമ്മ പറഞ്ഞല്ലോ, അതിൽ 3 സഹോദരങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ വലതുഭാഗത്ത് പെൺകുട്ടി ഇവിടെ ഉണ്ട്, 17 വയസ്സ്. തൊട്ട് അപ്പുറത്തെ രണ്ടാമത്തെ പെൺകുട്ടി എന്തോ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഏതോ ഒരു അവസ്ഥയിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. ആ വൃത്തത്തിൻ്റെ അകത്ത് പൂർണ്ണമായി ആ വൃത്തം സ്പർശിക്കത്തക്ക രൂപത്തിൽ 2 വ്യാസരേഖകൾ വരയ്ക്കുക. 90 ഡിഗ്രി അളവുകൾ കിട്ടത്തക്ക രൂപത്തിൽ 2 വ്യാസരേഖകൾ വരയ്ക്കുക. അതിനെ ക്രോസ് ചെയ്യുന്ന അർത്ഥത്തിൽ വൃത്തത്തിൻ്റെ പുറത്തേക്ക് പോകരുത്, വൃത്തത്തിൻ്റെ അകത്തും ഒതുങ്ങി നിൽക്കരുത്. വൃത്തത്തിൽ സ്പർശിച്ചുകൊണ്ട് അതിൻ്റെ മധ്യത്തിലൂടെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന രൂപത്തിൽ ഒരു 2 രേഖ വരച്ച് അതിനെ ഒരു 90 ഡിഗ്രി ഉള്ള ആ ഒരു ചതുർത്ഥാംശം പോലെ നമ്മൾ വരച്ചു വച്ചാൽ ആ രണ്ടാമത്തെ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ മുകളിൽ നിങ്ങൾ ഒന്നാമത്തെ മൊത്തം 3rd ജനറേഷൻ ആണല്ലോ ചെയ്യുന്നത്. അച്ഛൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട മുകളിലുള്ള 4 സഹോദരങ്ങളെ ഞാൻ വരച്ചപ്പോൾ അതിൽ ആദ്യത്തെ സഹോദരൻ മരണപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ സഹോദരൻ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഈ ഭാഗത്താണല്ലോ ഉള്ളത്. അച്ഛൻ്റെ മുകളിൽ നമ്മൾ വരച്ചു, നേർരേഖ വരച്ചു. അടുത്ത ജനറേഷനെ കാണിക്കുന്നു. 4 ചെറിയ വരകൾ മുകളിലേക്ക് പോയി 2 ആൺ 2 പെൺ എന്നുള്ള രൂപത്തിൽ നമ്മൾ കൃത്യമായി വര വരയ്ക്കുന്നു. അതിൽ 2 പേർ മരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആൾ മരിച്ചിട്ടുണ്ട്, അവിടെ ഒരു ക്രോസ് കൊടുക്കുക. മൂന്നാമത്തെ ആൾ മരിച്ചിട്ടുണ്ട്, അവിടെയും ഒരു ക്രോസ് കൊടുക്കുക. ഇനി ഒരു രസകരമായ ഒരു സംഗതിയാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ വളർത്തുന്നു, അല്ലെങ്കിൽ ഒരു നായയെ നമ്മൾ വളർത്തുന്നു. എ പെറ്റ് ആനിമൽ, ഒരു ബേർഡാകാം, എന്ത് വേണമെങ്കിലും. അങ്ങനെ ഉള്ളത് നമ്മളോടൊപ്പം ചേർന്ന് നമ്മുടെ ഈ വംശാവലിയിൽ അത് ഉണ്ട്, ഈ ചിത്രീകരണത്തിൽ അത് ഉണ്ട്. അതിനെയും നമുക്ക് ചിത്രീകരിക്കാം. നമ്മുടെ തലമുറയിൽ ഈ മൂന്നാമത്തെ എൻ്റെ തലമുറയിലല്ല, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ആ തലമുറയിലല്ല, നിങ്ങൾ കുട്ടികളുടെ തലമുറയിൽ, അതായത് ഈ 3 പേർ ഉള്ളതിൽ നിങ്ങളോടൊപ്പം ഇപ്പോൾ വിദ്യാർത്ഥിയായ 17 വയസ്സായ വിദ്യാർത്ഥിനിയുടെ തൊട്ട് അപ്പുറത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ആ നേർരേഖയിൽ ഈ 3 വരകൾക്ക് ഇടയിലായിക്കൊണ്ട് ഒരു വര വരച്ച് ഒരു ഡയമണ്ട് വരയ്ക്കുക. ഒരു സാമാന്തരികം, മലയാളത്തിൽ ഒരു സാമാന്തരികം നമുക്ക് വരയ്ക്കാം, ഒരു ഡയമണ്ട് വരയ്ക്കാം. ആ ഡയമണ്ടിൽ സപ്പോസ് ജിമ്മി, ഡോഗ്, അത് വരയ്ക്കുക. എത്ര കൊല്ലമായിട്ട് നിങ്ങളോടൊപ്പമുണ്ട്? 3 കൊല്ലമായി. അങ്ങനെ നമുക്ക് ചിത്രീകരിക്കാവുന്നതാണ്. ഇനി മറ്റൊരു രസകരമായ സംഗതി, ഈ ജനോഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ അത് മനസ്സിനും കുടുംബത്തിലുമുള്ള മാനസിക ആരോഗ്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് എക്സാമിനേഷനെ സഹായിക്കുന്ന ഒരു ടൂൾ ആണ്. അതിൽ നമുക്ക് ചില ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കൈകാര്യം ചെയ്യും. എനിക്ക് അമ്മയെ വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ 17 വയസ്സായ കുട്ടി, അമ്മ ഇരിക്കുന്നു. ആ അമ്മയുടെ ആ വൃത്തവും ഈ ലൈനും കൂടിച്ചേരുന്ന ആ ബിന്ദുവിൽ നിന്ന് ഈ മൂന്നാമത്തെ തലമുറയിലുള്ള ഞാൻ, എൻ്റെ ഈ വൃത്തത്തിൻ്റെ അറ്റത്ത്, ഈ രേഖയിൽ വന്ന് നിൽക്കുന്ന അറ്റത്തിൽ നിന്ന് ഒരു ലൈൻ, കൃത്യമായുള്ള ഒരു രേഖ വരയ്ക്കുക. അത് ബന്ധത്തിൻ്റെ ഊഷ്മളതയെ സൂചിപ്പിക്കുകയാണ്. മൂത്ത ജ്യേഷ്ഠൻ
വിവാഹം കഴിഞ്ഞതിന് ശേഷം അച്ഛനുമായി ഇത്തിരി പിണക്കത്തിലാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ മൂത്ത ജ്യേഷ്ഠൻ ഉൾപ്പെടുന്ന ആ ചതുരത്തിൻ്റെ മുകളിലുള്ള ആ വരയുടെ അറ്റത്ത് അവ രണ്ടും കൂടി സംഗമിക്കുന്ന ആ ബിന്ദുവിൽ നിന്ന് അച്ഛനുള്ള ആ ഭാഗത്തേക്ക്, അച്ഛൻ്റെ സ്ക്വയർ, ആ രേഖ വന്നിരിക്കുന്ന ആ ഭാഗവും തമ്മിൽ കുറച്ച് ഡോട്ടഡ് ലൈൻ അല്ലെങ്കിൽ ഇത്തിരി വിട്ട് ഹൈഫൻ പോലുള്ള വിട്ടുള്ള ഒരു ബ്രോക്കൺ ലൈൻ നമുക്ക് വരച്ചു വച്ചാൽ ബന്ധം ഊഷ്മളമല്ല. അതുപോലെ തന്നെ ചേട്ടത്തി അമ്മയും നമ്മുടെ അമ്മയും അത്ര ഊഷ്മളതയിലല്ല. അമ്മയുടെ വൃത്തത്തിൻ്റെ ചുവട്ടിലുള്ള വരയുടെ ആ ഭാഗം, ആ പോയിന്റും ചേട്ടത്തി അമ്മയുടെ ആ വൃത്തത്തിൻ്റെ പോയിന്റിൽ നിന്ന് രേഖയിലേക്ക് വരുന്ന ആ പോയിന്റിൽ നിന്ന് നമുക്കൊരു ബ്രോക്കൻ ലൈൻ നമ്മൾ വരച്ച് യോജിപ്പിച്ചാൽ അവ ബന്ധം രൂഢമൂലമല്ല എന്നുള്ളതാണ്. വീഡിയോ വലുതാകുന്നത് കൊണ്ട് മറ്റു ബന്ധങ്ങളെ, കുടുംബത്തിലുള്ള കുറേ ബന്ധങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ ഞാൻ നിങ്ങൾക്ക് ചുരുക്കി മറ്റൊരു പിക്ചറായി ഈ വീഡിയോയിൽ തരുന്നതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക്, സഹോദരികൾക്ക് ഒരു ചെറിയ അഭ്യർത്ഥന. ലോക്ക്ഡൗൺ കാലത്ത് ബുദ്ധിപരമായി നമ്മൾ പെരുമാറുന്നതിന്, പ്രവർത്തിക്കുന്നതിന്, നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെട്ട് ദുഃഖത്തിലിരിക്കുന്നതിന് പകരം ഒരു ആക്ടിവിറ്റിയിലേക്ക് വരാൻ വേണ്ടി വളരെ നൂതനമായ, അടിസ്ഥാനപരമായ കുടുംബ പാരമ്പര്യ മഹിമ തിരിച്ചറിയുന്ന ഈ ജനോഗ്രാം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ഇതിൽ കാണുന്ന നമ്പറിലേക്ക് പേരൊന്നും എഴുതാത്ത ജനോഗ്രാമുകൾ അയച്ചു തന്നാൽ അതിൽ എനിക്കൊരു ഇവാലുവേഷൻ, ഒരു മോണിറ്ററിംഗ് നടത്തി തിരിച്ച് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ലഭിക്കുന്നതുമായിരിക്കും. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുടുംബത്തിലെ പാരമ്പര്യത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. അന്യം നിന്ന് പോയ ഈ സംസ്കാരം, നമ്മളുടെ അച്ഛൻ്റെ കുടുംബത്തെപ്പറ്റി അറിയാത്ത ഈ വളരെ മോശപ്പെട്ട ഈ ഒരു സംസ്കാരത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നമ്മൾ ഒരു ജോയിൻ്റ് ഫാമിലി മനസ്സുകൊണ്ടെങ്കിലും പിക്ചറിലെങ്കിലും ജനോഗ്രാമിലെങ്കിലും ആക്കി വയ്ക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാകാം. ഈ വാക്കുകൾ കേട്ടതിന് നന്ദിയുണ്ട്. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. പലപ്പോഴും ഒരു വീഡിയോ, ആ വീഡിയോയുടെ അവതരണം കേട്ട ഉടനെ തന്നെ ചിലർ ഒഴിവാക്കാറുണ്ട്. പൂർണ്ണമായി വീഡിയോ കാണണമെന്നും എം നോട്ട്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഇതിൽ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മുബാറക്, എം നോട്ട്സ്. താങ്ക് യു.